രാഷ്ട്രീയത്തിൽ താരോദയങ്ങൾ പുതിയ സംഭവമൊന്നുമല്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും സജീവവും ശക്തവുമായ താരോദയം ആരാണെന്ന് ചോദിച്ചാൽ വിജയ് അല്ല, അണ്ണാമലയാണ്. അണ്ണാമലൈ എന്ന് പറയുന്ന മുൻ IPS കാരൻ, IPS ജോലി രാജിവെച്ച് നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രീയത്തിലേക്ക് വന്ന അണ്ണാമലൈ എന്ന യുവ നേതാവ് വളരെ പെട്ടെന്നാണ് തമിഴ്നാട്ടിലെ ഒരു തരംഗമായി മാറിയത്. ജനങ്ങൾക്കിടയിൽ സർവാത്മന സ്വീകാര്യതയുള്ള മറ്റൊരു ജനകീയ നേതാവായി അണ്ണാമലൈ മാറിക്കഴിഞ്ഞു. ബി ജെ പിയേക്കാളും പോപ്പുലാരിറ്റി ഒരുപക്ഷെ അണ്ണാമലൈക്ക് തമിഴ്നാട്ടിലുണ്ട്. അണ്ണാമലൈ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറച്ച് പണം ചെലവഴിക്കുന്ന തെരഞ്ഞെടുപ്പ് കോയമ്പത്തൂരായിരിക്കും. വോട്ട് കിട്ടാൻ വേണ്ടി വാരിക്കോരി സമ്മാനങ്ങളും പണവും കൊടുക്കുന്ന ഒരു പാരമ്പര്യം തമിഴ്നാട്ടിലുണ്ട്. എന്നാൽ ഒരു നയാ പൈസ ആർക്കും വോട്ടിന് വേണ്ടി കൊടുക്കാനും ഞാൻ തയ്യാറല്ല. ഇത് പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി, നാഗ്പൂരിൽ മത്സരിക്കുന്ന ഗഡ്കരിയെക്കുറിച്ച് പറയാറുണ്ട്. തിരഞ്ഞെടുപ്പിന് ഒരു പോസ്റ്റർ പോലും അച്ചടിക്കാത്ത സ്ഥാനാർത്ഥിയാണ് നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ചെലവ് കുറഞ്ഞ തെരഞ്ഞെടുപ്പായിരിക്കും കോയമ്പത്തൂരിൽ താൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തൻ്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്ന് അണ്ണാമലൈ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അണ്ണാമലൈ ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും അണ്ണാമലൈക്ക് ഇങ്ങനെ ചിലവ് കുറച്ച് മത്സരിക്കാൻ കഴിയുന്നത്? അണ്ണാമലൈ അദ്ദേഹം ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുള്ളതാണ്. ഈ ആദർശം വെറുതെ പറയുന്നതല്ല. ഈ കേജ്രിവാളിനെയൊക്കെ പോലെ അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്ന, അദ്ദേഹം ഈ യാത്ര നടത്തിയല്ലോ തമിഴ്നാട് മുഴുവൻ എല്ലാ മണ്ഡലങ്ങളിലും. ആ സമയത്ത് BJP ഞാൻ വായിച്ചിട്ടുള്ളതാണ്, 10 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് മൊത്തം ഈ യാത്ര. രാമേശ്വരം മുതല് അത് ഒരാഴ്ച ഒരു മാസം ഒന്നുമല്ല, ഒരു വർഷം എടുത്തുള്ള യാത്രയാണ്. രാമേശ്വരത്ത് നമ്മുടെ അമിത്ഷാ ഫ്ലാഗ് ഓഫ് ചെയ്ത് തിരുപ്പൂര് അവസാനിച്ച അത്രയും ദിവസത്തെ യാത്ര. ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു, പകുതി കഴിഞ്ഞപ്പോഴോ മറ്റോ എന്നേ ഉള്ളൂ. പക്ഷേ പുള്ളി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രസിഡന്റുമാരെ പോലെയൊന്നുമല്ല. അദ്ദേഹം ആ ചെലവഴിച്ച പൈസ ഉണ്ടല്ലോ, അണാപ്പൈ മറ്റേ കണക്ക് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര BJPക്ക്. അപ്പോൾ എങ്ങനെയൊക്കെ ചെലവായിപ്പോയി ഈ പണം എന്നുള്ളതിൻ്റെ ചെലവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി എത്രയൊക്കെ ചെലവാക്കാൻ പറ്റുമോ ഇലക്ഷൻ കമ്മീഷന്റെ ഒക്കെ കണക്കുമൊക്കെ വെച്ച്. അല്ല, ഇലക്ഷൻ കമ്മീഷന്റെ പരിധി വരത്തില്ല. ഇലക്ഷന് മുമ്പാണ് ജാഥ നടന്നത്. ജാഥയുടെ അല്ലേ ഞാൻ പറയണേ, ഈ സ്ഥാനാർത്ഥി ആയ ശേഷം അദ്ദേഹം ചെയ്യാൻ പോകുന്നതും കഴിയുന്നത്ര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടിട്ടൊക്കെ ആയിരിക്കും. അതല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ 95 ലക്ഷം രൂപ മറ്റാണ് ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കാവുന്നത്. കറക്റ്റാണത്. 1952 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 25,000 രൂപയായിരുന്നു. ഇപ്പൊ അത് 95 ലക്ഷം രൂപ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിയമാനുസൃതം ചെലവഴിക്കാവുന്നത്. അതെ, ഇപ്പോൾ നമ്മുടെ പല സ്ഥാനാർത്ഥികളും ഇപ്പോഴും സജീവമല്ല. അപ്പോൾ ചോദിച്ചപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞെന്നറിയോ, 26 ദിവസം ഇനിയുണ്ട്, ഒരു ദിവസം 10 ലക്ഷം രൂപയെങ്കിലും വേണം മിനിമം. അപ്പോൾ 2.5 കോടി രൂപ ഓരോ ദിവസം നടത്തി കിട്ടാൻ വേണം, ബാക്കി ചെലവുകൾ വേറെ. അതെ, പെട്രോൾ അടിച്ച് കാറിൽ സ്ഥാനാർത്ഥി പോകാൻ തന്നെ വലിയ പൈസ ആവില്ല ഒരു ദിവസം. സ്ഥാനാർത്ഥിക്ക് അപ്പോൾ പരിധിയുണ്ട്, പാർട്ടിക്ക് പക്ഷേ പാർട്ടികൾക്ക് പരിധിയൊന്നും വെച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിന് എത്ര ചെലവാക്കാം എന്നുള്ളത്. മൊത്തത്തിൽ 95 ലക്ഷം രൂപ ലോക്സഭയ്ക്കാണെങ്കിൽ 95 ലക്ഷം രൂപ ചെലവാക്കാമെന്നാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 ലക്ഷം രൂപയാണ് ഒരു സ്ഥാനാർത്ഥി തന്നെ ചെലവാക്കാവുന്ന. പിന്നെ ചെറിയ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അവിടെ 75 ലക്ഷം രൂപയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. നിയമസഭയ്ക്ക് 28 ലക്ഷം രൂപ. ഇത് പല വർഷങ്ങളിലും ഇത് കൂട്ടിയിട്ടൊക്കെ ഉണ്ട്. 2019 5 കൊല്ലം മുമ്പ് ഇത് 70 ലക്ഷം രൂപയായിരുന്നു, ഇപ്പോഴത്തെ 95. നിയമസഭയ്ക്ക് 28 ലക്ഷം രൂപ ആയിരുന്നു. മീറ്റിംഗ്, റാലി, പരസ്യം, പോസ്റ്റർ, ബാനർ, കള്ള്, അതതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഭക്ഷണം എന്ന് പറഞ്ഞതിൻ്റെ ഈ കർണാടക ഇലക്ഷൻ ഇടയ്ക്ക് നമ്മുടെ DK ശിവകുമാറിൻ്റെ ഒരു തുറന്ന വാഹനത്തിൽ വരുന്ന വീഡിയോ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരിക്കും, അതുണ്ടെന്ന്. അദ്ദേഹം ആടി നടക്കുന്ന ദൃശ്യങ്ങളും ഉണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 30 ദിവസത്തിനകം കണക്ക് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ പിന്നെ മത്സരിക്കുക എന്നൊക്കെ ബുദ്ധിമുട്ട് വരും, അയോഗ്യത വരും. അതെ. 2022 ഇത് റിവൈസ് ചെയ്തിരുന്നു. അതാണ് ഇപ്പോഴത്തെ
നമ്മൾ ഈ പറഞ്ഞ കണക്ക് 2002 റിവൈസ് ചെയ്താണ്. വോട്ടർമാരുടെ എണ്ണം കൂടി പിന്നെ പണപ്പെരുപ്പം ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇത്രയാക്കി എടുത്തിരിക്കുന്നത് 95 ലക്ഷം രൂപ എന്നുള്ളത്. ഇത് 1952 25,000 ഇതൊരു യാഥാർത്ഥ്യമായ ഒരു പുലബന്ധവുമില്ല. കാരണം എനിക്കറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി പറയുന്നത്, സ്ഥാനാർത്ഥി ആയിരുന്ന ഒരാൾ ഒന്ന് പാർലമെൻറ്റ് മണ്ഡലത്തിൽ അത്യാവശ്യം വൃത്തിക്കൊന്ന് മത്സരിക്കാൻ 20 കോടി രൂപ വേണം. ഏറ്റവും പിടിച്ചു കഴിഞ്ഞാൽ തന്നെ 4 കോടി രൂപ 5 കോടി രൂപ 4 കോടി രൂപ ഉണ്ടെങ്കിൽ നമ്മൾ മത്സരിക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാം. പക്ഷേ ഇഞ്ചോടിഞ്ച് പൊരുത്തണമെങ്കിൽ 20 കോടി രൂപ അടുത്ത് വേണ്ടി വരും പൊതുവിൽ പറയുന്നത്. അതെ, യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ലാത്തതാണ്. അത് 1952 അങ്ങനെ തന്നെ ആയിരിക്കാനാണ് വഴി ആദ്യ തെരഞ്ഞെടുപ്പ് കാലത്ത്. കാരണം 25,000 രൂപ സ്ഥാനാർത്ഥി, നോർത്ത് ഈസ്റ്റിൽ 10,000 രൂപയായിരുന്നു ചിലവ്. 1971 വരെ ഇത് തുടർന്നു. 1971 35,000 രൂപയായിരുന്നു. 1980 1 ലക്ഷം രൂപയാക്കി ലോക്സഭ. 1984 1.5. പിന്നെ ചെറിയ സംസ്ഥാനങ്ങൾക്ക് 1,30,000 രൂപ. ഇങ്ങനെയാണ് കണക്ക് പോയത്. 1 or 2 ലോക്സഭാ സീറ്റ് മാത്രമുള്ള സംസ്ഥാനങ്ങളിൽ 1 ലക്ഷം രൂപ അന്ന്. ചണ്ഡീഗഡ് പോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 50,000 രൂപ. ഈ 1996 പോസ്റ്റ് ലിബറൽ ഈ ഉദാരവൽക്കരണം നടന്നല്ലോ. അതിനുശേഷം ഇത് 3 ഇരട്ടിയാക്കി. അങ്ങനെയാണ് 4.5 ലക്ഷം രൂപ. അത് പോട്ടെ, നമുക്ക് ആ ഡാറ്റ ഡാറ്റ ഒരു കാര്യമില്ല. കാരണം അതൊന്നും നമ്മുടെ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയുന്നത്. 2019 ആയപ്പോൾ 32 ദേശീയ സംസ്ഥാന പാർട്ടികൾ 2,994 കോടി രൂപ അപ്പോൾ നമുക്ക് ചെലവാക്കി. സാർ നമുക്ക് അണ്ണാമലയിലേക്ക് തിരിച്ചു വരാൻ തോന്നും. പക്ഷെ അണ്ണാമലയെ സംബന്ധിച്ച് ഈ 95 ലക്ഷം രൂപ തന്നെ മതിയാവും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പഴയൊരു കഥയുണ്ടല്ലോ, ഒരു ഗുരു 2 ശിഷ്യന്മാരോട് ഓരോ വെള്ളി നാണയം കൊടുത്തിട്ട്, ഞാൻ നാളെ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ മുറി നിറയ്ക്കണം എന്ന് പറഞ്ഞു. 1 രൂപയുടെ വെള്ളി നാണയം കൊണ്ട് മുറി നിറയ്ക്കാൻ വേണ്ടി ഒരു കുട്ടി, അവൻ ചങ്ങാതി അറിയാതെ അവൻ 1 രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങി, ചപ്പ് ചോറുകളും വേസ്റ്റും ആക്രിയൊക്കെ മേടിച്ച് മുറി നിറച്ചു. മറ്റവനാവട്ടെ എങ്ങും പോയില്ല. ഗുരു വൈകുന്നേരം പരിശോധിക്കാൻ വരും എന്ന് പറഞ്ഞതുപോലെ വൈകുന്നേരം ആ സമയത്ത് ഇവൻ കാത്തിരിക്കുകയാണ്. ഗുരു വരുന്നതിന് തൊട്ട് മുമ്പ് ഇവൻ മുറിക്കുള്ളിൽ കയറി കഥ അടച്ചു. ഗുരു വന്ന് മുട്ടി വിളിച്ചു. തുറക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ ഒരു ചെറിയ ദീപം കത്തി നിൽക്കുന്നു. ഒരു ചെറിയ തിരുനാളം കത്തിച്ച് അവൻ മുറി നിറച്ചു. മറ്റവനോ ആക്രി സാധനങ്ങളോട് നിറച്ചു എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥികളെല്ലാം പണം മുടക്കി വലിയ പ്രചാരണ കോലാഹലം നടക്കുമ്പോൾ ജനമനസ്സുകളിലേക്ക് ഒരു വെളിച്ചത്തിൻ്റെ ഒരു പ്രഭാവം തീർത്ത് കോയമ്പത്തൂരിലെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് അണ്ണാമലൈ. നമ്മളിത് ചർച്ച ചെയ്യുന്നത് തന്നെ അണ്ണാമലൈ അങ്ങനെ ഒരു പ്രഖ്യാപനം. അതെ, അത് മാത്രമല്ല സാർ, ഒരു കാര്യം എനിക്ക് പറയണം. അപ്പോൾ സാറിന് കുറച്ചുകൂടെ പറയാൻ എളുപ്പമാണ്. അതായത് പല വീഡിയോകൾ കണ്ടിരുന്നു. ഒരു വീഡിയോയിൽ അണ്ണാമലൈ നടന്നു വരുമ്പോൾ ഒരു ചെരുപ്പ് കുത്തി ഓടി വന്ന് അദ്ദേഹത്തിന് 2 ചെരുപ്പുകൾ കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സാധാരണ ആളുകൾക്ക് എന്ത് ചെയ്യും? ആ ചെരുപ്പ് വാങ്ങി കയ്യിലെടുക്കും, തൊട്ടടുത്തേക്ക് സഹായിപ്പിക്കും. പക്ഷേ അണ്ണാമലൈ ചെയ്തത് അപ്പോൾ തന്നെ നിലത്തിരുന്നു. അദ്ദേഹം ധരിച്ചിരുന്ന ട്രാക്ക് ഷൂ പോലെയുള്ള വില കൂടിയ ഷൂ ഊരി അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ട് ഈ ചെരുപ്പ് കുത്തി കൊടുത്ത വളരെ സാധാരണയായ ചെരുപ്പ് കാലിൽ ധരിച്ച് അണ്ണാമലൈ നടന്നു പോകുന്നു. അണ്ണാമലൈ മുമ്പ് തന്നെ ഈ ദാരിദ്ര്യം അറിഞ്ഞിട്ടുള്ള ആളാണല്ലോ. അദ്ദേഹം ഒരു മത്സര പരീക്ഷ എഴുതാനായിട്ട് ഈ ടാറ്റയുടെ തന്നെ ആ മത്സര പരീക്ഷ ഈ രീതി തന്നെ മാറ്റിമറിച്ചിട്ട് അദ്ദേഹം രാവിലെ ജോലി ചെയ്യുന്നത് കൊണ്ട് വൈകുന്നേരത്തേക്ക് അദ്ദേഹത്തിന് പരീക്ഷ എഴുതാൻ. അതെ, അദ്ദേഹം പരീക്ഷയുടെ സമയം ഇൻ്റർവ്യൂവിന് ചോദിച്ചപ്പോൾ പരീക്ഷയുടെ സമയം ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, എനിക്ക് ഉച്ച കഴിഞ്ഞ് സമയം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ടൈം ടേബിൾ തീരുമാനിച്ചു, നിങ്ങൾക്ക് മാത്രമായിട്ട് ഉച്ച കഴിഞ്ഞ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടാറ്റ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രാവിലെ എല്ലാവർക്കും വരുന്നത് പോലെ നിങ്ങൾക്ക് രാവിലെ വരാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇതിനൊപ്പം സിവിൽ സർവീസിലൂടെ പഠിക്കുന്നുണ്ട്, അതിൻ്റെ ക്ലാസ് എനിക്ക് മിസ്സാക്കാൻ പറ്റില്ല സാർ എന്ന് പറഞ്ഞു. അങ്ങനെ ടാറ്റ അണ്ണാമലൈക്ക് വേണ്ടി ഈ പരീക്ഷ ഉച്ച കഴിഞ്ഞേക്ക് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. അതെ, അത് നടന്ന കഥയാണ്. അതുപോലെ തന്നെ അദ്ദേഹം മറ്റേ മംഗലാപുരത്തുമൊക്കെ ജോലി ചെയ്യുന്ന കാലത്തുമൊക്കെ ഈ ശരിക്ക് എക്സ്ട്രീമിസം, തീവ്രവാദമൊക്കെ ഈ ക്യാമ്പസുകളിൽ എങ്ങനെയാണ് വ്യാപിക്കുന്നത്, എന്താണ് കാരണം എന്നൊക്കെ കണക്ക് നോക്കി പഠിച്ചിട്ട് ഈ വിദ്യാർത്ഥികളോട് പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു സാധാരണ പോലീസ് ഓഫീസറൊന്നും അല്ലായിരുന്നു. ശരിക്കും ഗ്രാസ് റൂട്ട്സിൽ ചെന്നിട്ട് ഇതെങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക,
എന്നൊക്കെ പറഞ്ഞിട്ട് സുനിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇത് സാധിക്കുമായിരിക്കും. കാരണം അദ്ദേഹത്തിന് വേണ്ടി ജനങ്ങൾ പൈസ മുടക്കുമായിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. ഈ കയ്യിൽ പൈസ ഇല്ലാത്ത ആളെന്നുള്ള നിലയ്ക്ക് പാർട്ടി കൊടുക്കുന്ന ചെറിയ പൈസ ഉണ്ടല്ലോ മുടക്കാവുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി ഒരു 35 ലക്ഷം രൂപയോളം എത്രയൊക്കെ കൊടുക്കുള്ളൂ. കാരണം നിർമ്മലാ സീതാരാമൻ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി പറഞ്ഞു പാർട്ടി മത്സരിക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ 10 ദിവസം ആലോചിച്ചു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയാവുന്നതാണ് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യമൊക്കെ. ആദ്യം ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ പറയും സ്ഥാനാർത്ഥികൾക്ക്, എന്നിട്ടൊരു 35 ലക്ഷം രൂപയോളം. കാരണം പിന്നീട് കണക്ക് കൊടുക്കണമല്ലോ 1 മാസത്തിൻ്റെ ഉള്ളിൽ. അത്രയൊക്കെയാണ് മര്യാദയ്ക്ക് ഇത് വരുന്നത്. പിന്നെ ഈ പ്രൊഫസർമാർക്കൊക്കെ വല്ല പിള്ളേരൊക്കെ കൊണ്ടുപോയി ചെറിയ സംഭാവനകളൊക്കെ കൊടുക്കുന്നതൊക്കെ എല്ലാം കൂടി കൂട്ടി നോക്കും. അല്ലാതെ ഈ സുഡാപ്പികളൊക്കെ പറയുന്നത് പോലെ 400 കോടിയുടെ കുഴൽപ്പണം കൊട്ടകര വഴി വന്നു എന്നൊക്കെ വെറുതെ കഥ മെനഞ്ഞുണ്ടാക്കി വെറുതെ വെടിക്കെട്ട് നടത്തുന്ന ആരോപണങ്ങൾ. അല്ലാതെ ഈ കോടികളൊന്നും ഈ പറഞ്ഞതുപോലെ 100 കോടി 200 കോടി 400 കോടിയൊന്നും BJP എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ സംസ്ഥാന ഘടകങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കേരള പോലീസ് കേസെടുക്കുമായിരുന്നു. ഈ കൊടകര കേസ് 400 കോടി എന്ന് ആരോ ഒരു ഫിഗർ പറഞ്ഞു, എന്നിട്ട് കേരള പോലീസ് 400 കോടിക്ക് കേസെടുത്തില്ലെന്നാണ് ആരോപണം. അതെന്താന്ന് വെച്ചാൽ കേസെടുക്കാൻ പറ്റാത്ത എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ കൊടുത്തയച്ചതാന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലൊരു വ്യവസായി ഇല്ല ഇല്ല അല്ല ഓൺ ചെയ്തല്ലോ, അതിനൊരു ആളുണ്ടായല്ലോ എന്റെ ആവശ്യത്തിനാണെന്നുള്ളത്. ധർമ്മരാജൻ എന്ന് പറഞ്ഞ കോഴിക്കോടുള്ള ഒരാളല്ലേ, 400ന്റെ 4 പോലും ഇല്ല. അതെ, ചുമ്മാ ഇങ്ങനെ കോടികൾ എന്നും പറഞ്ഞിട്ട് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലുമൊക്കെ ചാനലുകളൊക്കെ ഇവിടെ പറയുന്നില്ലേ കള്ളപ്പണത്തിന് വേണ്ടിയിട്ടാണ് BJP ചെയ്തതെന്ന്. അവസാനം ഇന്ത്യൻ എക്സ്പ്രസ് കണക്കൂട്ടി വന്നപ്പോൾ ഈ ED റെയ്ഡിലൊക്കെ പെട്ട 26 കമ്പനികളിൽ 16 എണ്ണം കൂടുതൽ പണം കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷികളാണ്. കാരണം അവരെയാണ് അഴിമതിയൊക്കെ അവരുടെ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ മാധ്യമങ്ങളൊന്നും വാർത്തയാവത്തില്ല ആവുന്നില്ല. എന്നിട്ടും ഇപ്പോൾ ഞാൻ എന്താണ് മീഡിയ വൺ ചാനലിൻ്റെ വലിയ അവതാരകൻ ഉണ്ടല്ലോ അജിംസോ അല്ല, നമ്മുടെ പ്രമോദ് രാമൻ ഇപ്പൊ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിട്ട് പലരോടും ചോദ്യം ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇലക്ട്രൽ ബോണ്ട് അഴിമതിയല്ലേ എന്നൊക്കെ. അതിലൊക്കെ കൂടുതൽ പൈസ കിട്ടിയിരിക്കുന്നത് സാന്റിയാഗോ മാർട്ടിൻ വഴിയും മറ്റേ മേഘ എഞ്ചിനീയറിംഗ് വഴിയും പ്രതിപക്ഷ കക്ഷികൾക്കാണ്. അതെ, പ്രേമേന്ദ്രനോട് അദ്ദേഹം ചോദിക്കുന്നത് കേട്ടോ, അതായത് നരേന്ദ്രമോദി ചായ കുടിക്കാൻ വിളിച്ചാൽ നിങ്ങൾ പോയില്ലേ? ഉടനെ പ്രേമേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നു, താങ്കളെ വിളിച്ചാൽ രാമൻ വരൂ ഒരു ചായ കുടിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇല്ല, ഞാൻ പോവില്ല. പുള്ളി പ്രേമേന്ദ്രൻ പറഞ്ഞു, എനിക്കങ്ങനെ പറയാൻ പറ്റില്ല, കാരണം പാർലമെൻറ്റ് സെഷൻ ഇടയ്ക്കാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, രഹസ്യമായിട്ടല്ല ക്യാൻറ്റീനിലിരുന്ന് ചായ കുടിക്കാമെന്ന് വിളിക്കുന്നു, ഞാൻ പോവും. ഉടനെ അന്നേരം അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്രേമേന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, നിങ്ങൾ മീഡിയ വണ്ണല്ലേ, നിങ്ങളുടെ പ്രശ്നം എൻ്റെ പേര് പ്രേമചന്ദ്രൻ എന്നായതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞു. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടാണ് മീഡിയ വണ്ണിൻ്റെ ഈ ചൊറിച്ചിലെന്ന് പച്ചയ്ക്ക് പറഞ്ഞു പ്രേമേന്ദ്രൻ. നന്നായി. പ്രേമേന്ദ്രൻ്റെ കേരളം വ്യാപകമായി, അല്ല പ്രേമേന്ദ്രൻ്റെ അല്ല രാമൻ്റെ കേരളം മുഴുവൻ നടന്നുള്ള ചൊറിച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ പല വീഡിയോസും ഇങ്ങനത്തെ കണ്ടു. നമുക്ക് സത്യമായ കാര്യങ്ങൾ ചോദിക്കാം. ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ അവര് പിന്നെ BJP പത്രമൊന്നുമല്ലല്ലോ, അവർ ഈ റെയ്ഡ് നടന്നു എന്ന് പറയുന്ന ആ 26 കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചവര് അവരുടെ കണക്ക് പരിശോധിച്ചിട്ട് അവർ കൂടുതലും കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷികൾക്കാണെന്ന് കണ്ടുപിടിച്ചാണ്. പൊളിഞ്ഞുപോയ കാര്യമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ ആരോപണം. പിന്നെയും അതും തള്ളി നടക്കുകയാണ് ഈ കേരളത്തിലെ ചാനലുകൾ. ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള പല ആളുകളും ഉണ്ടാവും. കാരണം ജനങ്ങൾ മറ്റേ മതിലിൽ എഴുതിക്കോളും അണ്ണാമലയ്ക്ക് വേണ്ടി. അത്രയും ആളുകൾ ഈ ആദർശ ശുദ്ധി ഉണ്ടെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ്. അല്ല, ഈ പ്രമോദ് രാമനെ പോലെയുള്ള ചില മാധ്യമപ്രവർത്തകർ എന്ത് തറവേലയ്ക്കും ചെയ്യും. ഇയാൾ കഥാകൃത്തൊക്കെ എന്നാ പറയുന്നത്. അതെ, കഥകളൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. എന്ത് കഥകൾ? ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയും ബയാസ്ഡായിട്ട് സത്യത്തിൻ്റെ പുലബന്ധം പോലും ഇല്ലാതെ ആളുകളെ ഡിഫെയിം ചെയ്യാനും വസ്തുത വളച്ചൊടിക്കാനും വേണ്ടി മാത്രം നടത്തുന്ന ഒരാൾ മാധ്യമപ്രവർത്തകനും കഥാകൃത്തും. മാധ്യമപ്രവർത്തനം എങ്ങനെയായാലും നമ്മൾ സത്യത്തോട് അടുത്ത് നിൽക്കുമെങ്കിലും മുഴുവൻ ചില സമയത്ത് ചിലത് നമുക്ക് മറച്ചു വെക്കേണ്ടതായിട്ടൊക്കെ വരും. എന്നാലും പറയുന്ന കാര്യം സത്യമായിരിക്കുക എന്നുള്ളതാണല്ലോ, അതല്ലേ ചെയ്യേണ്ടത്.
നമുക്ക് എങ്ങനെയാണ് ഈ അസത്യം അർദ്ധസത്യമൊക്കെ പറയാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രമോദ് രാമൻ ആദ്യമായിട്ട് ചാനലിലെ അവതാരകനായിരുന്ന ആളാണ്, ഫിലിപ്പൈൻസിൽ നിന്നാണ് തുടങ്ങിയതെന്നൊക്കെ അവകാശപ്പെടുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കളങ്കം, അദ്ദേഹത്തെ മൊത്തം വിലക്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും ചിന്താശേഷിയും നാവും അങ്ങനെയൊക്കെ എങ്ങനെയാണ് വിലക്കെടുക്കാൻ പറ്റുന്നതെന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴും എന്തെങ്കിലുമൊക്കെ സത്യം പറഞ്ഞുകൂടെ? അന്നമാണ് സാർ പ്രധാനം. ഗതികെട്ട, അതെ അതെ, ഗതികെട്ട പോക്കടമില്ല വേറെ, അതാണ് കാര്യം. ഏതായാലും നമുക്ക് അണ്ണാമലയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അണ്ണാമലയുടെ ജീവിതം ഇങ്ങനെ ആണെന്നുള്ളത് കൊണ്ടാണ് അത്രയും പ്രസിഡന്റുമാരവിടെ രാജവരെയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിട്ടും പെട്ടെന്ന് അവിടെ ഒരു ഉയർച്ച BJPക്ക് ഉണ്ടായത്. അണ്ണാമലൈ പിന്നെ ഒരു നിലപാടെടുത്തു. നിലപാടുകൾ എടുക്കാൻ അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഈ അണ്ണാ DMK ഒന്നും കൂടെ വേണ്ട. അതെ അതെ, നമുക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാം, മുന്നണി പോലും വേണ്ട, മുന്നണി പോലും വേണ്ട. അണ്ണാ DMK വേണ്ടാന്ന് വെച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അഴിമതി നിറഞ്ഞതാണ്. കാരണം ഈ പനീർശെൽവത്തിനെ പോലെയും എടപ്പാടിയെ പോലെയും പിന്നെ ജയലളിത തന്നെ, ഇതൊക്കെയാണല്ലോ ഈ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത്. അദ്ദേഹമല്ല ഇപ്പോൾ കച്ചൈത്തീവ് ഇഷ്യൂ കൊണ്ടുവന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ സാറേ, കച്ചത്തീവിലേക്ക് വരാം നമുക്ക്. ഈ തോഴി ശശികലയും ദിനകരനും അവിടെ പോയി കേൾക്കുന്നില്ലല്ലോ. അവരുടെ ഒരു ഫ്രാക്ഷൻ DMKയുടെ ഒരു ചെറിയ ഘടകം ഉണ്ടായിരുന്നു. അതെ, ദിനകരൻ പക്ഷേ ഇപ്പോഴും അവിടെ TTV ദിനകരൻ ഏതൊക്കെയോ കക്ഷികളുമൊക്കെ ആയിട്ട് ചേർന്ന് നടക്കുന്നൊക്കെ ഉണ്ട്. ഏതോ ശശികലയെ കുറിച്ച് പക്ഷേ ശശികലയെ പറ്റി ഒന്നും കേൾക്കുന്നില്ല. സമ്പൂർണ്ണ തരികിടയായിരുന്നു. അവർ സ്വന്തമായിട്ട് ജയിലിലായിരുന്നല്ലോ ഈ പരപ്പന. അവിടുന്ന് തിരിച്ചു വന്നിട്ട് സ്വന്തമായിട്ടൊരു കക്ഷി ഫ്ലോട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും ക്ലച്ച് പിടിച്ചില്ല. മാത്രമല്ല അവരൊക്കെ ഇനി എന്തെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ ഈ ജയലളിതയെ പറ്റിച്ച കാശൊക്കെ വീട്ടിൽ ധാരാളം കിടപ്പുണ്ടല്ലോ. അന്വേഷണ ഏജൻസികളൊക്കെ കയറി പിടിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത്തരം ആളുകളൊക്കെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് കള്ളപ്പണമൊക്കെ ആയിട്ട് ഇറക്കി സ്വന്തം കയ്യിൽ നിന്ന് ഏതായാലും ഇറക്കാൻ പോകുന്നില്ല. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അണ്ണാമലയെ പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാരണം ADMK പോലെ വളരെ പ്രബലമായ ഒരു കേഡർ പാർട്ടിയുമായുള്ള ബാന്ധവം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് BJPയെ മത്സരിപ്പിക്കുകയാണ്. BJPക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ശതമാനവും നേടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അണ്ണാമലൈ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനവും ഒരു പ്രതിഭാസവുമായിട്ട് മാറും. രാഷ്ട്രീയ അജണ്ട അദ്ദേഹം നിശ്ചയിക്കും. അതെ അതെ, ഇപ്പൊ കച്ചത്തീവ് നാഷണൽ ഇഷ്യൂ ആയി, അതെ, ഡിബേറ്റിംഗ് ഇഷ്യൂ ആയിട്ട് മാറി. അതെ, അതുപോലെ തന്നെ മുമ്പും RTI ആക്ട് പ്രകാരം പല വിവരങ്ങളും എടുത്തിട്ടുണ്ട്. DMK പേപ്പേഴ്സ് എന്ന് പറഞ്ഞ DMKയുടെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ രാജയുടെ അഴിമതികളും ഒക്കെ 10,000 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നായിരുന്നു DMK പേപ്പേഴ്സ് വഴി അണ്ണാമലൈ പുറത്തുവിട്ടത്. ഇന്ന് വരെ സ്റ്റാലിനെ നിഷേധിച്ചിട്ടില്ല. അതുപോലെ അവിടുത്തെ ഒരു ഡിഫമേഷനും ഫയൽ ചെയ്തിട്ടില്ല, മാനനഷ്ട കേസും കൊടുത്തിട്ടില്ല. മാത്രമല്ല ഈ സനാതന ധർമ്മത്തിന്റെ കൂടെ സനാതന ധർമ്മം പറഞ്ഞ അണ്ണാമലൈ നിൽക്കുന്നുമുണ്ട്. അതെ അതെ, കാരണം പെരിയോറിനെതിരെ, കാരണം തന്തൈ പെരിയോർ അല്ല, വളരെ ബോൾഡായ സ്റ്റേറ്റ്മെന്റ് മിനിയാന്ന് വന്നു. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം ഒരു തേഞ്ഞ ചെരുപ്പാണ് എന്നാണ് അണ്ണാമലൈ പറഞ്ഞു. അതുപോലെ ശ്രീരംഗം പോലുള്ള ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് പെരിയോറിന്റെ പ്രതിമകളൊക്കെ എടുത്ത് കളയും എന്ന് പറഞ്ഞു. ധീരമായ നിലപാടല്ലേ അത്? ഏതായാലും അണ്ണാമലൈ ഒരു വലിയ കാറ്റാണ് തുറന്നു വിട്ടിരിക്കുന്നത്. അതൊരു കൊടുങ്കാറ്റായി മാറിയാൽ ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു പ്രധാനമന്ത്രിയെ പോലും അണ്ണാമലയിലൂടെ കണ്ടെത്താൻ കഴിയുമായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഒരു പക്ഷേ ഇത്തവണ ഏറ്റവും കുറഞ്ഞ ചെലവിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കായിരിക്കും. ഒരു സിനിമയിൽ പറഞ്ഞ പോലെ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ളത് നമുക്ക്. ഒപ്പം അണ്ണാമലൈ ഒരു പ്രതീക്ഷയും കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.